ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ബ്രെഡ് പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോ. പക്ഷേ ചെറുതായിട്ട് പാളിപ്പോയി, അതും ചെറുതായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാം, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റുമോ നോക്കുവാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം ഞാൻ ചെയ്തത് നമ്മുടെ വീറ്റ് ബ്രെഡ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിന് ഇത്തിരി ടേസ്റ്റ് കുറവാണ്. ഇതാകുമ്പോൾ ഇത്തിരി മധുരം കൂടെ ഉള്ള ബ്രെഡാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് എന്തൊക്കെ കേൾക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് മൈൻഡ് ചെയ്ത് എൻ്റെ സൗണ്ട് മാത്രം കേൾക്കുക. അത് നമുക്ക് കുറച്ച് പിള്ളേരെ പറ്റി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് സൗണ്ട് ഇത്ര പ്രശ്നമാണ്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാമേ. ഞാനിപ്പോൾ 2 ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 6 ബ്രെഡ് എടുത്ത് വെക്കാം. അത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കാണും, അതുകൊണ്ടാണ് നമുക്ക് 6. അപ്പോൾ നമ്മുടെ 6 ബ്രെഡ് നമുക്ക് സ്ലൈസ് ചെയ്ത് വെക്കാൻ പോകണം. എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യാം. ഒരുപാട് വലുതാക്കി കഴിഞ്ഞാൽ നമുക്കത് സ്പേസ് കിട്ടത്തില്ല, നമ്മുടെ പാത്രത്തിലത് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈസിലാണ് ഞാൻ വളരെ ചെറിയ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബ്രെഡ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നമുക്ക് 6 നമുക്ക് പൊട്ടിച്ച്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിനകത്ത് ഇടാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ക്യാരറ്റ് ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് സവാള, വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ഇടാം. ഇവിടെ എൻ്റെ ബ്രദറിന് വെജിറ്റബിൾസ് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരുപാട് ചേർക്കാൻ പറ്റില്ല. സോ നമുക്കുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട തീ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി ആവശ്യത്തിന് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട സെറ്റാവും. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതി. അതുപോലെ ഉപ്പും നിങ്ങളുടെ ആവശ്യത്തിന്, 6 മുട്ടയ്ക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും. ഇനി നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഇടാനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, ഒരു സവാളയും 2 പച്ചമുളകും. ഇത് 2 എണ്ണത്തിന് വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ഇതിനെല്ലാം പകുതി ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ. ഇനി നമുക്ക് അടുപ്പത്ത് പാത്രം വെച്ച് കത്തിക്കാം. ചെറിയ തീയിലാകുള്ളൂ. കഴിഞ്ഞ വട്ടം ഞാൻ ഒരുപാട് തീ കൂട്ടി വെച്ചതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയത്. നമുക്ക് ചെറിയ തീ മതി. ഇനി നമുക്ക് മുട്ടയ്ക്കകത്ത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ മുട്ടേൻ്റെ മിക്സ് നമ്മളൊന്ന് ഒഴിച്ച് കൊടുത്തൊന്ന് ഇളക്കുക. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ബ്രെഡ് ഇട്ട് കൊടുക്കാം. നമ്മൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നേരെ തിരിച്ച് ഒരു 2 മിനിറ്റും കൂടെ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡിയാവും.